ഹൈക്കോടതി വിധി വരാൻ പോവുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ? പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയല്ലേ? അതെ, നമ്മുടെ നിയമത്തിൽ പറയുന്ന പരമാവധി ശിക്ഷ പ്രതികൾക്ക് ലഭ്യമാകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ വിധി ശിക്ഷ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ചില റിപ്പോർട്ടുകൾ കോടതിയിൽ നിന്നുള്ളത് പ്രതികളുടെ അഭിഭാഷകർക്ക് കിട്ടിയില്ല എന്നതാണ് ഇന്നലെ നീട്ടിവെക്കാൻ കാരണം. ഇന്നത് കിട്ടി, അവരുടെയും കൂടെ വാദങ്ങൾ കഴിഞ്ഞതിന് ശേഷം ശിക്ഷ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതികൾ ഇന്നലെ ഉന്നയിച്ചത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കണം, വീട്ടിൽ ആരുമില്ല എന്നുള്ള കാര്യം, അത്ര ആനുകൂല്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും സാധ്യത നിലവിൽ കാണുന്നുണ്ടോ? അല്ല, അത് ശിക്ഷിക്കപ്പെടുന്ന ഏത് പ്രതികളോടും കോടതിയിൽ പറയുന്ന വാദങ്ങൾ തന്നെയാണ്. അതെല്ലാവരോടും അവസാനം എന്ത് പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർക്കതല്ലേ പറയാൻ കഴിയുള്ളൂ, മറ്റൊന്നും അവർ പറയില്ലല്ലോ. ഞങ്ങളിപ്പോൾ കുറ്റം ചെയ്തു എന്നൊന്നും അവർ പറയില്ലല്ലോ. അപ്പോൾ അവരുടെ വാദങ്ങൾ അവർ പറഞ്ഞു. പക്ഷേ കോടതി ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി വളരെ സവിസ്തരം 5 മാസമാണ് ഇതിൻ്റെ വാദങ്ങൾ നടന്നത്. അപ്പോൾ വളരെ എല്ലാ വിഷയങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള കണ്ടെത്തലുകളിലേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നീതി ലഭ്യമാകും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞാനുള്ളത്. ഒരു പകുതി വരെ ഒരു നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ കൊലയാളികളിലേക്കും അതിൻ്റെ ഗൂഢാലോചനയിലെ താഴെത്തട്ടിലുള്ളവരിലേക്കും എത്തി എന്നുള്ളത് വളരെ ആശ്വാസമാണ്. ആ കാര്യത്തിൽ മറ്റെല്ലാ കേസുകളിൽ നിന്നും വ്യത്യസ്തമായി ഇതെങ്കിലും എത്തിയല്ലോ എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. പക്ഷേ അതോടൊപ്പം ഇത് പറഞ്ഞയച്ചവർ അതിപ്പോഴും വെളിയിലാണ്. അവരിലേക്ക് കേസന്വേഷണം എത്തിയില്ല. അതൊരു വലിയ വേദനയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിനുള്ള നിയമ പോരാട്ടമാണ് അടുത്ത ഘട്ടത്തിലേക്ക് നടത്തുന്നത്. അതുമായി മുന്നോട്ട് പോകും. അല്ല, അങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് നമ്മൾ പ്രതികൾക്ക് ഏറ്റവും പരമാവധി ഉയർന്ന ശിക്ഷയാണ് നമ്മൾ ആവശ്യപ്പെടുക. അങ്ങനെ പറയുമ്പോൾ പോലും ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഒരു മനുഷ്യനും മരണപ്പെട്ടുകൂടാ, അല്ലെ അവരുടെ ജീവൻ എടുത്തുകൂടാ എന്നുള്ള ഇതിൽ തന്നെ ഞാൻ ഉണ്ട്. പക്ഷേ ഏറ്റവും പരമാവധി ശിക്ഷ ലഭ്യമാകണം. അതൊരു ജീവൻ എടുത്തുകൊണ്ടാവണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമില്ല. ആരുടെയും ജീവൻ എടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പരമാവധി ഉയർന്ന, ജയിലിൽ നിന്ന് പുറത്തു വരാതെ പരോള് കിട്ടാതെ ഉള്ള ഒരു ശിക്ഷയായിരിക്കണം അവർക്ക് ലഭ്യമാകേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, നമ്മൾ നിയമത്തിൽ പരമാവധി ശിക്ഷയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആയിട്ട് സാധിക്കുള്ളൂ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരു മനുഷ്യരുടെയും ജീവൻ എന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്. ആ ഒരു നിലപാടിൽ വളരെ കൃത്യമായി ഞാനും ഞങ്ങളുടെ പാർട്ടിയുമൊക്കെ നേരത്തെ എടുത്ത നിലപാടത് തന്നെയാണ്. പക്ഷേ നിയമത്തിൽ ഏറ്റവും ഒരു തരത്തിലും പരോളന്, ഇതിപ്പം ഇഷ്ടം പോലെ പരോളായി അവർ പുറത്താണ്, അത്തരം ആനുകൂല്യങ്ങൾ ലഭ്യമാകാതെ ജയിലിനുള്ളിൽ തന്നെ ജീവിതകാലം മുഴുവൻ അവർ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അതൊരു മാതൃകയായിട്ട് ഇതുപോലെ നാളെ ആവർത്തിക്കപ്പെടും. നമ്മുടെ ആവശ്യം അതാണല്ലോ. ഇനി ഒരു മനുഷ്യനും ഇതുപോലെ കൊല ചെയ്യപ്പെടരുത്, നാളെ ഇങ്ങനെ ഒരു ആവർത്തനം ഉണ്ടാകരുത്. അതിന് മാതൃകയാകുന്ന ഒരു തരത്തിലുള്ള ശിക്ഷ ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. ഇനി കോടതി എന്താണ് തീരുമാനിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെയൊക്കെ ഒരു നിലപാടുകൾ അതാണ്. അത് മനുഷ്യരെ ആരുടെയും ജീവൻ ഒരാൾക്കും എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു മനുഷ്യത്വപരമായൊരു നിലപാട് അത് ആണ് എന്നതാണ്. പക്ഷേ ഏതൊരു കുറ്റത്തിനും ഏറ്റവും ക്രൂരമായ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് പരമാവധി ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പ്രതികൾ ജയിലിൽ കിടക്കട്ടെ, എല്ലാ കാലവും ജയിലിൽ കിടക്കട്ടെ. ജയിലിൽ കിടന്നിട്ട് അവരനുഭവിക്കട്ടെ, അവർ കാണണം എന്താണെന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ ഇപ്പം ജയിലിൽ കിടന്നിട്ടും 12 വർഷമായിട്ടും അവർ മിക്കവാറും പുറത്താണ്. അവർക്ക് ജയിലൊരു 2ാം വീടാണ്. നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പം അങ്ങനെ ഇല്ലാത്ത രൂപത്തിലേക്കുള്ള ഒരു പരമാവധി ശിക്ഷ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളത് കൂടിയാണ് ആഗ്രഹിക്കുന്നത്. കുറ്റപത്രത്തിന്റെ അവസാനം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അന്വേഷണം നടന്നാൽ കൂടുതൽ ഗൂഢാലോചന ഇങ്ങോട്ട് പോകും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതുവരെ ഇത്രയും വർഷമായിട്ട് നടന്നിട്ടില്ല. അത്തരം കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് തുടങ്ങുന്നത്? അല്ല, അതാണ് ഏറ്റവും പ്രശ്നം. 2 കോടതിയും, വിചാരണ കോടതിയും ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലാർജർ കോൺസ്പിറസിയിലേക്ക് അന്വേഷണം പോകണമെന്നതിൽ.
പക്ഷേ അത് കൊണ്ടുപോകാൻ സർക്കാർ തയ്യാറായില്ല, അത് തയ്യാറാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ നിലവിലുള്ള ഭരണ സംവിധാനത്തെയാണ് നാം ആശ്രയിക്കുക. അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാട്ടം നടത്തിയത്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിലാണ് ഞങ്ങൾ പിന്നെ സമർപ്പിച്ചത്. ഹൈക്കോടതിയിലാണ് അതിൻ്റെ ലാർജർ കോൺസ്പിറസി സംബന്ധിച്ച CBI അന്വേഷണം. ഇനി അതല്ല, കോടതിയുടെ മേൽനോട്ടത്തിൽ മറ്റൊരു അന്വേഷണത്തിൽ സാധ്യമാകുമെങ്കിൽ അതും പരിശോധിക്കും. ഏതായാലും ലാർജർ കോൺസ്പിറസിയിലേക്ക് അന്വേഷണം പോകണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദം. മകൻ ഇവിടെ ഇല്ല, മകൻ മുംബൈയിലാണുള്ളത്.